നിന്ന നിപ്പിൽ എവിടെയാണ് ഈ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനാകുന്നത്? നരേന്ദ്രമോദി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദി എപ്പോൾ ഇറങ്ങി, എവിടെ ചെല്ലുന്നു, എന്താണ് ചെയ്യുന്നത്, നരേന്ദ്രമോദി ഫ്ലൈറ്റിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നരേന്ദ്രമോദി കിടന്നുറങ്ങുകയാണോ, അതേസമയം അപ്പോഴും പണിയെടുക്കുകയാണോ, എവിടെയാണ് പോകുന്നത് എന്നുള്ളതിന് അക്കൗണ്ടബിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്ന ടീമാണ് നമ്മുടെ ഇന്ത്യയിലെ കോൺഗ്രസ്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത്. മാധ്യമങ്ങളും മോശമൊന്നുമല്ല. പക്ഷേ നിന്ന നിപ്പിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല. രാഹുൽ ഗാന്ധി ചിലപ്പോൾ പട്ടായയിലായിരിക്കും, ചിലപ്പോൾ ബാങ്കോക്കിലായിരിക്കും, ചിലപ്പോൾ നിക്കറിട്ട് മലേഷ്യൻ തെരുവ് വീഥികളിലൂടെ കറങ്ങുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു യുവതിയുടെ കൂടെ മലേഷ്യൻ തെരുവ് വീഥികളിൽ രാഹുൽ ഗാന്ധി കറങ്ങുന്നുണ്ട് എന്നൊരു കിംവദന്തി ഒക്കെ കേൾക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്ന മുൻ PSC ചെയർമാൻ കൂടെയായ വ്യക്തി രാഹുൽ ഗാന്ധിയും ഒരു യുവതിയും ചേർത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അത് കോൺഗ്രസ്സുകാരെ ചില്ലറയൊന്നുമല്ല കേരളത്തിൽ ചൊടിപ്പിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പട്ടായയിലേക്കുള്ള പോക്ക് അത് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നത് CRPFനെയാണ്. അതായത് ഇയാൾ CRPFന് നിരന്തരമായിട്ടുള്ളൊരു തലവേദനയായി മാറുകയാണ്. അതായത് നിന്ന നിപ്പിൽ അവരോട് പോലും പറയില്ല എങ്ങോട്ടാണ് താൻ പോകുന്നതെന്ന്. ഇനി പറയാൻ കൊള്ളാത്ത സ്ഥലത്തേക്കാണോ പോകുന്നത് എന്നറിയില്ല. അതുകൊണ്ട് അവരോട് പോലും പറയാതെ നിന്ന നിപ്പിൽ ഒറ്റ മുങ്ങലാണ്. പ്രധാനമായും രാത്രി കാലങ്ങളിലാണ് സഞ്ചരിക്കാൻ കൂടുതൽ ഇഷ്ടം എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇതാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത വിദേശയാത്രകളിൽ കേന്ദ്ര റിസർവ് പോലീസ് സേന അതായത് CRPFന് എതിർപ്പുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. സുരക്ഷാ പ്രോട്ടോക്കോളുകൾ എല്ലാം തന്നെ ലംഘിക്കുന്നു, രാത്രി തങ്ങളുടെ പോലും കണ്ണു വെട്ടിച്ചാണ് ചാടിപ്പോകുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പോരാത്തതിന് CRPFന്റെ VVIP സുരക്ഷാ മേധാവിയാണ് കത്തിൻ്റെ പകർപ്പ് കൈമാറിയത്. അതിൻ്റെ പകർപ്പ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും അയച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 10 കത്ത് പുറത്തിറക്കിയത്. രാഹുൽ ഗാന്ധി തൻ്റെ സുരക്ഷാ സംഘം നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നിരന്തരം പാലിക്കുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. VVIP സുരക്ഷാ മേധാവി കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ മനോഭാവത്തെയും VVIP സുരക്ഷാ മേധാവി ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രാഹുൽ ഗാന്ധി തൻ്റെ സുരക്ഷാ സംഘം നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്ഥിരമായി പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു കത്തും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് Z+ കാറ്റഗറി സുരക്ഷയും നൽകിയിട്ടുണ്ട്. ഇതിൽ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈൻസ് ആൻഡ് കവറും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാ വിഭാഗങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ധാരാളം CRPF ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി എപ്പോഴും വിന്യസിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിലെ വോട്ടർ അവകാശ ജാഥ പൂർത്തിയാക്കിയ ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പെട്ടെന്നൊരു വിദേശ യാത്രയ്ക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള Xൽ വൈറലുമായിരുന്നു. എന്നിരുന്നാലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി, അതായത് വോട്ട് ചെയ്യാൻ മടങ്ങിയെത്തി, ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. എന്തായാലും ബീഹാർ യാത്രക്കിടെ ഒരു അജ്ഞാതൻ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ സംഭവം രാഹുൽ ഗാന്ധിയെയും ഒരു നിമിഷം ഞെട്ടിച്ചു. പൂർണിയ ജില്ലയിലാണ് സംഭവം നടന്നത്. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ അവസാന സ്റ്റോപ്പായിട്ടുള്ള അരാരിയയിലേക്ക് മോട്ടോർ സൈക്കിളിൽ പോയത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള യാത്രകളും കാര്യങ്ങളും എല്ലാം തന്നെ CRPFന് ചില്ലറ തലവേദനകളല്ല ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.